അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പാൽവാഴക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 3 മീഡിയം സൈസുള്ള പഴങ്ങളാണ് കേട്ടോ. വല്ലാതെ പഴുത്തലഞ്ഞ പഴം എടുക്കണ്ട, ഒരു മീഡിയം പഴുപ്പുള്ള ഒരു പഴം എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കേട്ടോ. നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണ്ട, അത്യാവശ്യം കുറച്ചൊരു കട്ടിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചൊവ്വരി, അതായത് സാബൂനരി എന്നൊക്കെ പറയുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20-25 മിനിറ്റ് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ അതിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക, എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ തീയിൽ ഇട്ടുകൊണ്ട് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പം അത് നമ്മൾ ഒന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് തന്നെയാണ്, ആ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ പഴം ഒന്ന് വാട്ടിയെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് വാടണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു കളറ് മാറി വന്നാൽ മതി കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടിപ്പോയാൽ പിന്നെ നമ്മുടെ പാലിൽ കിടന്ന് വേവാനുള്ളതല്ലേ, അപ്പം ഒന്നും കൂടെ ഇതാവും. അപ്പം ജസ്റ്റ് ഒന്ന് കളറ് ഒന്ന് ചേഞ്ചായി വന്നാൽ മതി കേട്ടോ. അപ്പം നമ്മൾ അതിവിടുന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചൊവ്വരി, അതായത് സാബൂനരി, നമ്മളൊന്ന് കുറച്ചൊന്ന് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറാകുമ്പോൾ അതുവരെ നമ്മളൊന്ന് ഇതാക്കിയെടുക്കുക. അങ്ങനെ അതവിടുന്ന് മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 മില്ലി പാലാണ്, 500 ml പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാൽ നമ്മൾ വെള്ളം ചേർക്കാതെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കാൻ നോക്കുക, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ചൂടായി ഒന്ന് വരുമ്പോൾ തന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ അളവ് പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, നിങ്ങളെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ആ പാലിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ വാട്ടി വെച്ചേക്കുന്ന പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക, എല്ലായിടത്തും യോജിപ്പിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഏലക്കായ് പൊടിച്ചിട്ട് കൊടുത്താൽ. ഏലക്കായ് പൊടിക്കണം, അല്ലാതെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ സാബൂനരി ഇത് അതേപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിക്കിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് മധുരം എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കുറുകി വരും കേട്ടോ. ആദ്യം വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുക, പിന്നെ ഈ സാബൂനരിയിൽ ജസ്റ്റ് ഒന്ന് ഒരു പശ പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കുറുകിയ രൂപത്തിലായിട്ട് വരും കേട്ടോ. ഓവർ കുറുകാതെ ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാതെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്.
അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.